LDF ജയിക്കുമോ, UDF ജയിക്കുമോ, അതോ തൂക്ക് മന്ത്രിസഭ വരും? എന്താ തോന്നുന്നത്? എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. ജയിക്കുന്നവർ ജയിക്കട്ടെ, ആര് ജയിച്ചാലും. ഞാൻ ഒരു PSC സ്റ്റുഡൻ്റാണ്. സോ PSC ഉദ്യോഗാർത്ഥികളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗവൺമെൻറ് വന്നാൽ അത്രയും നല്ലത്. കഴിഞ്ഞ കാലത്ത് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെൻറ് ഒരു സിസ്റ്റം കണ്ടിട്ടുണ്ടോ? കുറച്ച് അങ്ങനെ കണ്ടിട്ടുണ്ടോയെന്ന് വെച്ചാൽ നിയമനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും കുറച്ചും കൂടി ഒന്ന് വേഗത്തിൽ നടന്നാൽ ഓക്കെയാണ്. സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ പല തസ്തികകളിലുള്ള ആൾക്കാർ സമരം ഇരിക്കുന്നത്, അതിനൊക്കെ ഒരു മാറ്റം വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. കുറച്ചും കൂടി PSC ഉദ്യോഗാർത്ഥികളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊരു സിസ്റ്റം വരികയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്ററാണ്. ആരെങ്കിലുമൊക്കെ ജയിച്ചാൽ മതി. അതായത് ജയിച്ചാലും ഞാൻ പറഞ്ഞില്ല, ഈ ഒരു കാര്യം ഒന്ന് കറക്റ്റ് ചെയ്താൽ മതി. എനിക്കത്രേ ഉള്ളൂ. നിയമനങ്ങൾ നടക്കണം. നിയമനങ്ങൾ നടക്കണം, അത്രേ ഉള്ളൂ. നിങ്ങൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അന്വേഷിച്ച് പോകുമ്പോഴേ മുമ്പ് ഏതെങ്കിലും ലിസ്റ്റിലൊക്കെ വന്നിട്ടുണ്ടോ? ഇപ്പോൾ റാങ്ക് ലിസ്റ്റിലുണ്ട്, LDC റാങ്ക് ലിസ്റ്റിലുണ്ട്. അതിൻ്റെ അവസ്ഥയും നല്ല മോശം അവസ്ഥയാണ്. അതായത് റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള അഡ്വൈസും പോകുന്നതൊക്കെ ഭയങ്കര മോശം അവസ്ഥയാണ്. മുന്നത്തെ റാങ്ക് ലിസ്റ്റിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിലും വളരെ കുറവാണ്. ഇതും വരുന്ന ഇങ്ങനെയാണ് പോക്കെങ്കിൽ ഇതും ഒരു സമരത്തിലേക്ക് ചെന്നേ നിൽക്കത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊരു സിസ്റ്റം വരികയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അതായത് ഈ തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുമ്പോഴും തസ്തികകൾ റിപ്പോർട്ട് ചെയ്യാത്തൊരവസ്ഥ, നിങ്ങൾ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ അസോസിയേഷൻ പല സ്ഥാപനങ്ങൾ കയറി ഇറങ്ങുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ? കണ്ടിട്ടുണ്ട്. അങ്ങനെ കയറി ഇറങ്ങിയിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം, അത്രേ ഉള്ളൂ.